അപ്പം ശരിയാണോ ഇത്? 2-1 KBFC ജയിച്ചോ? ഈ 2-1 ഒരു ഗോൾ സെൽഫ് ഗോള്, ബാക്കി 2 നമ്മളടിച്ചു. അല്ല, അപ്പം 3 ഗോൾ നമ്മൾ തന്നെ അടിച്ചോ? ഇതെന്തും വരുമായം? ഇത്രയും ദിവസം ഗോൾ അടിക്കണില്ല പറഞ്ഞ് നമ്മൾ ഇപ്പം ഒരു കളിയിലെ എല്ലാ ഗോളും നമ്മൾ തന്നെ അടിച്ചോ? എനിക്ക് ഇത് തന്നെയായിരുന്നു ലിറ്ററലി എൻ്റെ റിയാക്ഷൻ എന്ന് പറയണത് ഈ ഒരു സമയത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ജയിച്ചതൊക്കെ വിട്, കണ്ടി ലെവലിൽ നമ്മൾ ജയിച്ചു. അതും ഇത്രയും മൂഞ്ചി ഗതികെട്ട് നിൽക്കണ ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ ഈ ടീമും വെച്ചിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് കണ്ടി ലെവലിൽ 2-1 ആ ഒരു ഗോൾ നമ്മൾ തന്നെ അടിച്ച്. മൊത്തത്തിൽ ആ സ്റ്റേഡിയത്ത് നമ്മൾ 3 ഗോൾ അടിച്ചു. ഒരെണ്ണം ഓൺ ഗോളാണെങ്കിലും 3 ഗോൾ അടിച്ച് നമ്മൾ ജയിച്ചു ഗൈസ്. ദൈവമേ, ഇതൊക്കെ റിയാലിറ്റി ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരുമാതിരി ട്വിസ്റ്റായി പോയി. ഞാൻ ഫസ്റ്റ് കളി കാണാനിരുന്നപ്പോൾ ആദ്യം ഒരു ഗോൾ സെൽഫ്, ഞാൻ പറയട്ടെ, ലിറ്ററലി ഇന്ന് KBFC അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. ഈവൻ ഫസ്റ്റ് ഹാഫ് അടക്കം ചില മിസ്റ്റേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും അറ്റ്ലീസ്റ്റ് ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈവൻ ആ ഓൺ ഗോൾ പോലും അതൊരു ബ്ലണ്ടർ മിസ്റ്റേക്ക് കൊണ്ടൊന്നുമല്ല. നമ്മുടെ ഫാലു എന്ന് പറയുന്ന പ്ലെയർ നല്ല രീതിക്ക് തന്നെ എഫേർട്ട് എടുത്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ഒരു സാധനമാണ് മിസ്റ്റേക്കൻലി വലയ്ക്കകത്ത് പോയത്. അതൊരിക്കലും ഒരു ബ്ലണ്ടറിൽ വന്ന ഗോളല്ല. സോ അതൊക്കെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു നല്ലൊരു എന്താ പറയുക, ഒരു കോർഡിനേഷൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി നല്ലപോലെ ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും ചെറിയ കുറവുകൾ ഉറപ്പായിട്ടുണ്ട്. എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്സ് കുറേ കണ്ടു. പക്ഷെ എങ്കിൽ പോലും ഒരു പുതിയൊരു പ്ലേയിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ പുതിയൊരു ജീവൻ വെച്ച പോലെ, ഒരു റീഫ്രഷ് ബട്ടൺ അടിക്കില്ലേ, ലിറ്ററലി എനിക്കത് തോന്നുന്നു. ഒരു റീഫ്രഷ് ബട്ടൺ അടിച്ച പോലൊരു ഇമ്പാക്റ്റാണ് ഇപ്പോൾ KBFCക്ക് ഇന്ന് അവിടെ കിട്ടിയത്. ഇനി ഫ്യൂച്ചറിൽ ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് തമ്പുരാനറിയാം. അത് നമ്മൾ കണ്ടന്റ് അറിയണം. പക്ഷെ എന്നാലും ഇന്നത്തെ കളി അടിപൊളി. അതും ശ്രീകണ്ഠീരവിൽ പോയിട്ട് ഇതുവരെ ടോപ്പ് സ്കോഡ് വെച്ചിട്ട് പോലും പോയിട്ട് ജയിക്കാൻ പറ്റാത്ത ആ സ്റ്റേഡിയത്തിൽ ഇന്ന് ഈ ഒരു സ്കോഡ് വെച്ചിട്ട് പോയി ജയിച്ചു എന്ന് പറയുമ്പോൾ അത് അടിപൊളിയായി. എന്നാലും നമ്മുടെ പുതിയ പ്ലെയേഴ്സൊക്കെ, അവൻ്റെ പേരേക്ക് മറന്നുപോയി, പറയാൻ കിട്ടണില്ല. സോ എന്തായാലും റിയൽ മാഡ്രിഡിൽ നിന്ന് ഇറക്കിയ ഒരു പ്ലെയറല്ലേ, ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്കൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരനും നല്ല കളിയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എടുത്തെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. സോ എന്തായാലും അടിപൊളി പരിപാടി തന്നെയായിരുന്നു ഇന്നത്തെ കളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്ലബ്ബ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ച, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചൊരു ജസ്റ്റിഫൈ ചെയ്യിപ്പിച്ച ഒരു കളി തന്നെയായിരുന്നു ഇന്നത്തെ കളി. എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. സോ അടിപൊളിയായിരുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എന്തൊക്കെ പറയണം ഞാൻ ഇപ്പോഴും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് കളി കണ്ട് കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന വീഡിയോ ആണ്. മേ ബി ഇതിൻ്റെ തംബ്നെയിൽ പോലും ഉണ്ടാവില്ല. അപ്പം മേ ബി അങ്ങനെ എടുത്ത് അപ്ലോഡ് ചെയ്തായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കളിനെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നല്ല രീതിക്ക് മാച്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.